തത്സമയ ദൃശ്യമാണ് തമ്പാനൂരിൽ നിന്നുള്ളത്. അരമണിക്കൂർ സമയം കൊടുക്കും. തിരുവനന്തപുരം തമ്പാനൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യമാണ്. അവിടെ തുറന്നു വെച്ച കട അടപ്പിക്കാൻ സമരാനുകൂലികൾ ശ്രമിക്കുന്നതാണ് തത്സമയം കാണുന്നത്. സ്വന്തം സഹോദരനായിരുന്നു ഇത് സംഭവിച്ചിരുന്നതെങ്കിൽ ഈ കട തുറന്നു വയ്ക്കുമായിരുന്നു എന്നതാണ് സമരാനുകൂലികളുടെ ചോദ്യം. തമ്പാനൂരിലും പരിസര പ്രദേശങ്ങളിലും സമരാനുകൂലികൾ കടകൾ അടപ്പിക്കുകയാണ്. ബസ്സുകളും തടയുന്നുണ്ട്, KSRTC ബസ്സുകളും തടയുന്നുണ്ട്. പരമാവധി യാത്രക്കാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത തരത്തിൽ കാര്യങ്ങൾ രമ്യതയിലേക്ക് എത്തിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. യാത്രക്കാർക്ക് തടസ്സമുണ്ടാകാത്ത തരത്തിൽ യാത്രയ്ക്ക് അനുകൂലമായി ആണ് പോലീസ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. സമരാനുകൂലികൾ കടകൾ അടപ്പിക്കുകയും മറ്റും ചെയ്യുന്നുണ്ട്. കഴക്കൂട്ടത്തും നെടുമങ്ങാടുമൊക്കെ സമാനമായ രീതിയിൽ തന്നെ പ്രതിഷേധം നടക്കുന്നുണ്ട്. നെടുമങ്ങാട് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ്സുകൾ പുറത്തേക്ക് ഇറങ്ങാൻ അനുവദിക്കാതെ പ്രതിഷേധ പ്രകടനം നടത്തുകയുണ്ടായി. വിവരങ്ങളാണ് TS ഹരീഷ്ണ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഹരി, ഈ അനിഷ്ട സംഭവങ്ങളൊന്നും ഇതിനോടകം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലല്ലോ അല്ലേ? സമരാനുകൂലികൾ എത്തി കടകൾ അടപ്പിക്കുന്ന ഒരു സ്ഥിതി കൂടി തമ്പാനൂർ ഭാഗത്തുണ്ട്. അതായത് രാവിലെ തന്നെ ഈ ഹർത്താൽ കാര്യമായി ബാധിക്കില്ല എന്ന് പ്രതീക്ഷിച്ച് കടകൾ തുറന്നിരിക്കുന്നവരാണ്. മാത്രമല്ല വ്യാപാരി വ്യവസായി സംഘടനകളടക്കം കടകൾ തുറക്കുമെന്നുള്ള ഒരു നിലപാടെടുത്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ കടകൾ രാവിലെ വന്ന് തുറന്നാണ്. പ്രത്യേകിച്ച് ചായക്കടകളും മറ്റുമൊക്കെയാണ് രാവിലെ അതിരാവിലെ തുറന്ന് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ കടകളൊക്കെ അടപ്പിക്കുന്ന ഒരു സ്ഥിതി ഈ തമ്പാനൂർ ഭാഗത്തുണ്ട്. തമ്പാനൂർ ബസ്സുകൾ തടയുന്നതിനൊപ്പം തന്നെ ഈ തുറന്നിരിക്കുന്ന കടകളും സമരാനുകൂലികൾ അടപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മറ്റ് സ്ഥലങ്ങളിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ കണിയാപുരത്ത് സംഭവിക്കുന്നതെന്ന് പറയുന്നത് പോലീസ് ഇടപെട്ട് മറ്റ് സ്വകാര്യ വാഹനങ്ങളൊക്കെ ഈ സമരാനുകൂലികൾ തടഞ്ഞിരുന്നു. അപ്പോൾ അവിടെ പോലീസ് ഇടപെട്ട് ആ വാഹനങ്ങൾ കടത്തിവിടുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ അവിടെ ഒരുക്കുന്നുണ്ട്. അവിടെ ഈ റോഡ് പണി ആ ഭാഗത്ത് നടക്കുന്നത് കൊണ്ട് തന്നെ ഈ സമരാനുകൂലികൾ കൂടെ എത്തിക്കൊണ്ട് വലിയൊരു ഗതാഗത കുരുക്ക് അവിടെ രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് അവിടെ എത്തി അത് കൃത്യമായി വണ്ടികൾ കടത്തിവിടുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് അവിടെ ഒരുക്കുന്നത്. പക്ഷെ നെടുമങ്ങാട്ടേക്ക് വരുമ്പോൾ ഡിപ്പോയുടെ ഭാഗത്തും നെടുമങ്ങാട് ടൗണിന്റെ ഭാഗത്തുമാണ് ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത്. അത് പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല. പോലീസ് ഇടപെടുന്നുണ്ട് അത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. തമ്പാനൂരാണെങ്കിൽ പ്രതിഷേധം വലിയ രീതിയിൽ തുടരുകയാണ്. പോലീസുകാർ അവിടെയുണ്ട്. പക്ഷേ സമരാനുകൂലികൾ പിന്നോട്ട് പോകാതെ പ്രതിഷേധവുമായി തുടരുകയാണ്.